എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ കഥ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന് പറയാൻ കാരണം ഇതൊരു ഐതിഹ്യ കഥയാണ്. കഥയിൽ എവിടെയെങ്കിലുമൊക്കെ കാണുന്ന സംഭവങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചില്ലെങ്കിലും പൂർണ്ണമായി അവിശ്വസിക്കാനും കഴിയില്ല. കേൾക്കാം നമുക്ക് ഈ കഥയൊന്ന്. പാഴൂർ പെരുംതൃക്കോവിൽ. ബ്രിട്ടീഷ് മലബാറുകാരനായ ഒരു നമ്പൂതിരിക്ക് ഒരു ജ്യോത്സ്യൻ എഴുതിക്കൊടുത്ത ജാതകപ്രകാരം അദ്ദേഹത്തിന് 32-ാമത്തെ വയസ്സിൽ വലിയൊരു ഗ്രഹപ്പിഴ വന്ന് അദ്ദേഹത്തിൻ്റെ ആയുസ്സിനെ ബാധിക്കുകയും അധികകാലം ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്നുള്ള അവസ്ഥ വരികയും ചെയ്തു. അതിനാൽ ഈ ജാതകം പ്രസിദ്ധ ജ്യോത്സ്യനും ദൈവജ്ഞനുമായ പാഴൂർ കണിയാരെ കൊണ്ട് പരിശോധിപ്പിക്കാനായി നമ്പൂതിരി പാഴൂരെത്തുന്നു. ഒരു ദിവസം പകൽ 4 മണിക്ക് ശേഷമാണ് നമ്പൂതിരി പാഴൂരെത്തുന്നത്. നമ്പൂതിരി കണിയാരോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. നമ്പൂതിരിയുടെ മുഖത്തെ മരണലക്ഷണം മനസ്സിലാക്കിയ കണിയാർ സമയം വൈകിയാൽ അദ്ദേഹം അവിടെ കിടന്ന് മരിക്കും എന്ന് ഭയപ്പെട്ട് തൽക്കാലം എങ്ങോട്ടെങ്കിലും യാത്രയായി നാളെ തിരിച്ചു വന്ന് നമുക്ക് ജാതകം പരിശോധിക്കാം എന്ന് പറയുന്നു. അങ്ങനെ നാളെ വരാമെന്ന് പറഞ്ഞ് നമ്പൂതിരി യാത്രയാവുന്നു. നമ്പൂതിരി നേരെ പോയത് പെരുംതൃക്കോവിലേക്കാണ്. പുഴയിലിറങ്ങി സ്നാനവും കഴിഞ്ഞ് സന്ധ്യാവന്ദനവും നടത്തി അമ്പലത്തിലേക്ക് ചെന്നു. നല്ല മഴയായിരുന്നു. അക്കാലത്ത് പെരുംതൃക്കോവിൽ ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞ് നനഞ്ഞൊലിച്ചാണ് കിടന്നിരുന്നത്. നനയാതെ നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള മേൽക്കൂരയൊന്നും ഇല്ലായിരുന്നു. ക്ഷേത്രത്തിൻ്റെ അവസ്ഥ കണ്ട നമ്പൂതിരിക്ക് വളരെ വിഷമമുണ്ടായി. നല്ലൊരു ശിവക്ഷേത്രം നോക്കി നടത്താൻ ആളില്ലാതെ ജീർണിച്ചു പോയിരിക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. അന്നത്തെ ദിവസം ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു നമ്പൂതിരിയുടെ ഇല്ലത്ത് തങ്ങുകയും ആ ദിവസം മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ ആ ക്ഷേത്രത്തെപ്പറ്റിയായിരുന്നു നമ്പൂതിരിയുടെ മനസ്സിൽ. നമ്പൂതിരി വലിയ ധനികനായിരുന്നു. ഉറക്കം വരാത്ത ആ രാത്രി നമ്പൂതിരി മനസ്സിൽ കണക്കൂട്ടി ആ ക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണം നടത്തണമെന്ന്. നേരെ വെളുത്ത ഉടനെ നിത്യകർമാനുഷ്ഠാനങ്ങളൊക്കെ നടത്തി ശിവഭഗവാനെ തൊഴുത് നമ്പൂതിരി നേരെ കണിയാരുടെ അടുക്കലെത്തി. നമ്പൂതിരിയെ കണ്ടപ്പോൾ കണിയാർ അത്ഭുതപ്പെട്ടു. കാരണം തലേദിവസം രാത്രി തന്നെ അദ്ദേഹം മരിക്കുമെന്നും അതിനാൽ അദ്ദേഹത്തെ പിന്നീട് കാണാൻ അവസരമുണ്ടാവില്ല എന്നുമാണ് കണിയാർ കരുതിയിരുന്നത്. കണിയാർ നമ്പൂതിരിയോടായി പറഞ്ഞു, ഇന്നലെ തിരുമേനി ഇവിടെ നിന്ന് പോയതിനു ശേഷം എന്തോ പുണ്യകർമ്മം ചെയ്തിട്ടുണ്ട്, അതെന്താണ്? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന മട്ടിൽ നമ്പൂതിരി പറഞ്ഞു. ഇന്നലെ ഇവിടുന്ന് പോയി കുളിയും കഴിഞ്ഞ് സന്ധ്യാവന്ദനവും നടത്തി ക്ഷേത്രത്തിൽ തൊഴുത് ഒരു നമ്പൂതിരിയുടെ ഇല്ലത്തിൽ കഴിഞ്ഞ് രാവിലെ ഇതാ പ്രഭാത അനുഷ്ഠാനങ്ങൾ കഴിഞ്ഞ് ഭഗവാനെ തൊഴുത് ഇവിടെ എത്തിയിരിക്കുന്നു. കണിയാർ വീണ്ടും നമ്പൂതിരിയോടായി, ദേഹം കൊണ്ടല്ലെങ്കിൽ മനസ്സുകൊണ്ട് എന്തോ പുണ്യപ്രവൃത്തി ചെയ്തിരിക്കുന്നു, അതെന്താണ്? ശരിയാണ്, മനസ്സുകൊണ്ട് ഞാൻ ചിന്തിച്ചു. ഇവിടുത്തെ പെരുംതൃക്കോവിൽ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ കണ്ട് എനിക്ക് വല്ലാത്ത വിഷമമുണ്ടായി. ക്ഷേത്രം പുതുക്കിപ്പണിയാൻ ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചിരുന്നു. ദൈവം എനിക്ക് ആവോളം സമ്പത്ത് തന്നിട്ടുണ്ട്. അതിനാൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ഇത് കേട്ട് കണിയാർക്ക് സന്തോഷമായി. അവിടുത്തേക്ക് ജാതകം എഴുതി തന്ന ജ്യോത്സ്യൻ നിസ്സാരക്കാരനല്ല. അവിടുന്ന് ഇന്നലെ മരിക്കേണ്ടതായിരുന്നു. ദൈവനിശ്ചയം പോലെ അങ്ങേക്ക് ശിവദർശനം നടത്താൻ തോന്നിയതും ക്ഷേത്രം പുതുക്കിപ്പണി കഴിപ്പിക്കാൻ തോന്നിയതും എല്ലാം അങ്ങയുടെ ആയുസ് ദൈർഘിപ്പിച്ചിരിക്കുന്നു. എത്രയും വേഗം മനസ്സിൽ വിചാരിച്ചതുപോലെ ക്ഷേത്രം പണി കഴിപ്പിക്കുക. 100 വയസ്സുവരെ അങ്ങേക്ക് മരണമുണ്ടാവില്ലെന്ന് നിശ്ചയമാണ്. ഇനി ജാതകം പോലും നോക്കേണ്ട ആവശ്യവുമില്ല എന്ന് പറഞ്ഞ് കണിയാർ നമ്പൂതിരിയെ തിരിച്ചയക്കുന്നു. പാഴൂർ കണിയാരെക്കുറിച്ച് നല്ല വിശ്വാസമുള്ളതിനാൽ നമ്പൂതിരി യാത്രയും പറഞ്ഞിറങ്ങി. അധികം താമസിയാതെ തന്നെ അദ്ദേഹം ക്ഷേത്രം പണി കഴിപ്പിച്ചു. അങ്ങനെ വൈക്കത്ത് പെരുംതൃക്കോവിൽ ക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണ് പാഴൂർ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. പിന്നീട് കാലാന്തരങ്ങൾക്ക് ശേഷം ക്ഷേത്രത്തിൽ പുതുക്കിപ്പണിയിലൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും വൈക്കത്ത് പെരുംതൃക്കോവിൽ ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ തന്നെയാണ് ക്ഷേത്രം ഇരിക്കുന്നത്. ക്ഷേത്രം പണി കഴിപ്പിച്ച നമ്പൂതിരി 100 വയസ്സുവരെ ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്